നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. നക്തഞ്ചരേന്ദ്രനിൽ നിന്ന് നിന്തിരുവടിയെ രക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ ജനസ്ഥാനത്തിൽ വെച്ച് ആത്മനാശം സംഭവിച്ച ആ ധന്യചരിത്രം കുമാരൻ സമ്പാദിയോട് പറഞ്ഞു. അരുണപുത്രനായ രുദ്രേന്ദ്രൻ അനുജചരമത്തിൽ അതിദുഃഖിതനായി. ദേവി രാവണാലയത്തിൽ വസിക്കുന്ന വിവരം ഞങ്ങളോട് പറയുകയും ചെയ്തു. അത്യാനന്ദമേകുന്ന വാർത്ത കേട്ടപ്പോൾ അംഗദൻ ഞങ്ങളോടൊന്നിച്ച് പുറപ്പെട്ട് സാഗര തീരത്തിലെത്തി. ദേവീ ദർശനത്തിന് ഉഴറുന്ന ഞങ്ങൾക്ക് 10 മടങ്ങ് ഉത്സാഹം വർദ്ധിച്ചു. അഭീഷ്ടവൃത്താന്തം അറിഞ്ഞതിനാൽ അഭിവൃദ്ധിയെ പ്രാപിച്ചവരുമായി അത്യുത്സുകരായി ആർത്തു വിളിച്ച ഞങ്ങൾക്ക് ഒരു മഹാവിഘ്നം പോലെ സാഗരം അലയടിച്ച് വെൺനുരകളാൽ പുഞ്ചിരി പൊഴിക്കുന്നത് കണ്ടപ്പോൾ സമുദ്രലംഘനത്തെക്കുറിച്ച് വീണ്ടും മഹാവിചാരം ഞങ്ങൾക്കുണ്ടായിത്തീർന്നു. ദേവി സ്വാമിയുടെ കാരുണ്യത്താൽ വാനരന്മാരുടെ മഹാഭയത്തെ തീർക്കുവാൻ ശക്തിയുള്ളവനായി തീർന്ന ഞാൻ 100 യോജന ദൂരം ചാടിക്കടന്ന് രാക്ഷസവര്യന്മാർ വസിക്കുന്ന ഇവിടെ രാത്രിയിൽ പ്രവേശിച്ചു. പ്രതാപിയായ രാവണനെ അരമനയിൽ നിന്ന് ആദ്യം കാണുകയും ചെയ്തു. ദുഃഖത്താൽ തളർന്നിരിക്കുന്ന നിന്തിരുവടിയെയും ദർശനം ചെയ്യുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ഇവിടുത്തെ വേർപാടിനു ശേഷം നടന്നതായ സർവവും പറഞ്ഞു കഴിഞ്ഞു. ദേവി സംശയമന്യേ എന്നോട് സംസാരിക്കാൻ ദയുണ്ടാകണേ. ശ്രീരാമസ്വാമിയുടെ കാര്യത്തിൽ പരിഭ്രമിക്കുന്ന ഞാൻ വെറുമൊരു ദൂതനാണ്. ദേവി സുഗ്രീവ സജീവനായ വായുപുത്രനാണ് ഞാനെന്ന് ധരിക്കണേ. അവിടുത്തെ മാത്രമല്ല സർവ്വജീവാത്മാക്കളുടെയും നാഥനായ സ്വാമി കുശലിയാണെന്ന് വിശ്വസിക്കണേ. ഉത്തമ ശുഭലക്ഷണങ്ങൾ തികഞ്ഞിരിക്കുന്ന ലക്ഷ്മണകുമാരൻ പരാക്രമശാലിയും ദേവിയുടെ പ്രാണനാഥനുമായ അഗ്രജന്റെ ഹിതത്തിലും പരിചരണത്തിലും അതിശ്രദ്ധയോടെ എപ്പോഴും സമീപത്തിൽ തന്നെയുണ്ട്. സുഗ്രീവ കൽപ്പനയനുസരിച്ച് പുറപ്പെട്ടു വന്ന വാനരന്മാരിൽ ഞാൻ മാത്രമേ ലങ്കയിൽ വന്നിട്ടുള്ളൂ. ഇഷ്ടം പോലെ രൂപം ധരിക്കുവാൻ കഴിവുള്ള ഞാൻ സ്വാമിയുടെ സങ്കല്പത്താൽ അന്യസഹായം കൂടാതെ തെക്കേ ദിക്കിൻ്റെ അതിരുപോലെ കിടക്കുന്ന ഈ ലങ്കയിൽ എത്തിയിരിക്കുന്നു. ദേവിയെ അന്വേഷിക്കുക മാത്രമാണ് ഉദ്ദേശം. ദേവിയെ സന്ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് വാനര സൈന്യങ്ങളുടെ ദുഃഖത്തെ നശിപ്പിക്കുവാനും സാധിക്കും. സാഗരം തരണം ചെയ്ത് ഇവിടെ എത്തിയ എൻ്റെ പരിഭ്രമം പുണ്യസഞ്ചയത്താൽ വ്യർത്ഥമാകയില്ല. ദേവി നിന്തിരുവടിയെ കണ്ടതു നിമിത്തമുള്ള സൽകീർത്തിക്ക് ഞാൻ പാത്രമായി തീർന്നു. അധിക ദിവസം താമസമില്ല ശ്രീരാമസ്വാമി ഇവിടേക്ക് എത്തുവാൻ. അത്രമാത്രം മഹത്വം ദിവ്യവുമായ പരാക്രമം ദേവനുണ്ട്. രാക്ഷസാധിപനായ രാവണനെ ബന്ധുമിത്രാദികളോടൊന്നിച്ച് സ്വാമി സംഹരിച്ച് നിന്തിരുവടിയെ സ്വീകരിക്കും. ശാഖാമൃഗവും തിര്യക് ജാതിയിൽപ്പെട്ടവനുമായ ഞാൻ എങ്ങനെയാണ് ഭഗവാൻ വായുവിൻ്റെ സുതനായതെന്ന് വിശദമാക്കാം. മാല്യവാൻ എന്ന പേരിൽ ശ്രേഷ്ഠനായൊരു പർവ്വതമുണ്ട്. അതിൽ കേസരി എന്നൊരു വാനരൻ വസിക്കുന്നു. മാല്യവാനിൽ നിന്ന് ഗോകർണം എന്ന ഗിരിയിലേക്ക് എൻ്റെ പിതാവായ കേസരി പോകുകയായിരുന്നു. ദേവർഷികൾ മഹാനായ കപീന്ദ്രനെ കണ്ടു. സമുദ്രതീരത്തിലെ പുണ്യതീർത്ഥത്തിൽ അധിവസിക്കുന്ന ശംഭസാദൻ എന്ന ദുഷ്ടരാക്ഷസനെ വധിക്കുവാൻ അവർ പിതാവിനോട് പ്രാർത്ഥിച്ചു. അതനുസരിച്ച് കപീന്ദ്രൻ അവനെ നിഗ്രഹിക്കുകയും ചെയ്തു. ആ മഹാശക്തന്റെ പത്നിയിൽ വായുസുതനായിട്ടാണ് ഞാൻ ജനിച്ചത്. ജന്മസിദ്ധമായ പൗരുഷത്താൽ ഹനുമാൻ എന്ന നാമമാണ് എനിക്ക് സിദ്ധിച്ചത്. ദേവി നിന്തിരുവടിക്ക് വിശ്വാസം ഉണ്ടാകുവാൻ ശ്രീരാമസ്വാമി ഗുണങ്ങളിൽ അല്പം മാത്രമേ ഉണർത്തിച്ചിട്ടുള്ളൂ. ഇവിടെ നിന്നും വേഗത്തിൽ അയോധ്യയിലേക്ക് സ്വാമി കൊണ്ടുപോകും. ഇപ്രകാരമുള്ള അടയാളങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും ഹനുമാൻ വിവരിച്ചപ്പോൾ സീതാദേവിക്ക് വിശ്വാസം ജനിച്ചു. പുരോഭാഗത്തിൽ നിൽക്കുന്നത് രാമദൂതൻ തന്നെയെന്ന് തീർച്ചയാക്കി. സന്തോഷം ഹൃദയത്തിൽ ഒതുക്കാതെ അശ്രുരൂപത്തിൽ കുടിലങ്ങളായ മൃദുല രോമങ്ങൾ നിറഞ്ഞ നേത്രങ്ങളിൽ നിന്ന് പ്രവഹിച്ചു തുടങ്ങി. ആയതവും വിശാലവുമായ ലോചനങ്ങളെ കൊണ്ട് അതിമനോഹരമായ ദേവിയുടെ മുഖം രാഹുമുക്ത ശശാങ്കനെ പോലെ ഒളിവിതറി. രാക്ഷസന്മാരുടെ മായാരൂപമല്ല തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് സീത നിശ്ചയിച്ചു. പ്രിയദർശനായ ജാനകീദേവിയോട് ഹനുമാൻ വീണ്ടും തുടർന്നു. ദേവി ഇതുവരെ നടന്ന സംഗതികളെല്ലാം അടിയൻ ഉണർത്തി. പരിപൂർണമായും ആശ്വസിക്കൂ. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് കൽപ്പിച്ചാലും സ്വാമി സന്നിധിയിലേക്കു തന്നെ മടങ്ങിപ്പോകട്ടെയോ? ദേവി കപീന്ദ്രനായ കേസരി ദേവഋഷികളുടെ പ്രേരണ പ്രകാരം ശംഭസാദനെ നിഗ്രഹിക്കുവാൻ ഏർപ്പെട്ടിരുന്നപ്പോൾ ഏകാഗ്നിയായിരിക്കുന്ന ധർമ്മധാരങ്ങളിൽ വായുദേവനിൽ നിന്നു ജനിച്ച ഞാൻ മാഹാത്മ്യം, ശരീരബലം തുടങ്ങിയ യോഗ്യതകളിൽ
പിതൃതുല്യനാണെന്ന് ദേവി ധരിക്കണം. അതിതേജസ്വിയായ പവനാത്മജൻ വിനയയുക്തമായ വാക്യം പിന്നെയും വിശ്വാസമുറയ്ക്കുവാൻ വേണ്ടി പറഞ്ഞു. മഹാഭാഗ്യശാലിനിയായ ദേവി, ഞാൻ കേവലം ഒരു വാനരൻ തന്നെയാണെങ്കിലും ലോകോത്തര ബുദ്ധിശാലിയായ ശ്രീരാമസ്വാമിയുടെ ദൂതനായി വരുവാനുള്ള അമേയ ഭാഗ്യം സിദ്ധിച്ചവനാണ്. ആ തിരുനാമാങ്കിതമായ അങ്കുലീയം അവിടുത്തെ തൃക്കൈയിൽ തരുവാനുള്ള സാമർഥ്യം എനിക്കുണ്ടാകുമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ദേവന്റെ വൈഭവം ആർക്കാണ് വാക്കുകൾ കൊണ്ട് പറയുവാൻ സാധിക്കുക? മഹാപ്രഭു നിന്തിരുവടിയുടെ വിശ്വാസത്തിനു വേണ്ടി എൻ്റെ കയ്യിൽ തന്നതും സമുദ്രലംഘനാദി മഹാകാര്യങ്ങൾക്ക് ശക്തനാക്കിയതുമായ ഈ അടയാളം അവിടുത്തേക്ക് മംഗളമുണ്ടാക്കുന്നതാണ്. ദുഃഖാനുഭവകാലം കഴിഞ്ഞു. അത്യാദരവോടെ ദേവി ആ അങ്കുലിയത്തെ ഭർതൃ കരാങ്കുലിയിൽ അലങ്കരിച്ചിരുന്ന അമൂല്യ പുണ്യരത്നത്തെ വാങ്ങി സസ്നേഹം നോക്കി. ഭർത്താവ് സമീപത്തിൽ വന്നതുപോലെ കരുതിയ ദേവി ഏറ്റവും ആനന്ദിച്ചു. വിശാല നേത്രങ്ങളിൽ ആനന്ദം അലയടിച്ചു. ഗ്രഹണമുക്തമായ പാർവണബിംബം പോലെ വദനം തിളങ്ങി. തൃക്കൈയിൽ അങ്കുലീയകം പിടിച്ചപ്പോൾ ഭർതൃ സമീപത്തിൽ നിൽക്കുന്നതായി തോന്നി. ലജ്ജ കൊണ്ട് ആനനം താണു. ജീവനാഥ സന്ദേശവും അഭിജ്ഞാന ദർശനവും കൊണ്ട് അതിസന്തോഷമിയെന്ന ദേവി മഹാനായ ഹനുമാനെ ആദരത്തോടെ വാഴ്ത്തി പറഞ്ഞു. ഹേ വാനരോത്തമ, നീ അതിസമർത്ഥനാണ്, അത്ഭുത പരാക്രമിയാണ്, അതുല്യ വിഘ്നനാണ്. യാതൊരാളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് രാക്ഷസ ശ്രേഷ്ഠന്മാരുടെ വാസസ്ഥാനമായ ഈ ലങ്കാരാജ്യം ആക്രമിച്ചുവല്ലോ. ബുദ്ധിശക്തിയും സാമർഥ്യവും പരാക്രമവും ഒന്നിനൊന്ന് ഉപരിയായിട്ടാണ് നിന്നിൽ കാണുന്നത്. പശുവിൻ കുളമ്പിനെ ചാടിക്കടക്കുന്നത് പോലെയാണ് മകരാദി ഭയങ്കര ജന്തുക്കളുടെ നിവാസസ്ഥാനമായ ഈ സാഗരത്തെ നീ തരണം ചെയ്തത്. നിന്റെ ശക്തിയും പരാക്രമവും അതുല്യമാണ്. മഹാത്മാവായ നിന്നെ വെറും ക്ഷുദ്രനായ ഒരു വാനരനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അമേയ ബലശാലിയായ രാവണനിൽ നിന്നുകൂടി തരിമ്പും ഭയമോ പരിഭ്രമമോ ഉണ്ടായിട്ടില്ല. സർവജീവികളുടെയും അന്തരംഗ വ്യാപാരത്തെ സർവദാ അറിയുന്ന ശ്രീരാമദേവൻ താൻ തന്നെ അയച്ച ദൂതനാണ് നീ. എന്നോട് നേരിട്ട് സംഭാഷണം ചെയ്യുവാനുള്ള യോഗ്യത നിനക്കുണ്ട്. ഏതൊരാൾക്കും നേരിടാൻ കഴിയാത്ത മഹാപ്രഭു അത്രമാത്രം വിശ്വസ്തനും പരാക്രമിയുമായ ഒരാളെ അല്ലാതെ എൻ്റെ അടുത്തേക്ക് അയക്കുകയില്ല. അതുകൊണ്ട് എന്നോട് നേരിട്ട് സംസാരിക്കുവാൻ തികച്ചും അർഹനാണ് നീ. സംശയമില്ല, സത്യധർമാദികളെ പരിപാലിക്കുവാനും സുസ്ഥിരമായി നിലനിർത്തുവാനും കരുത്തുള്ള മഹാതേജസ്വിയായ ദേവനും സുമിത്രാദേവിയുടെ ഹൃദയത്തെ ആനന്ദത്തിൽ ആറാടിക്കത്തക്ക അത്ഭുത ഗുണങ്ങൾ ഒത്തുചേർന്നവനുമായ ലക്ഷ്മണനും കുശലികൾ ആണെന്നറിവാൻ ഇടവന്നത് ദൈവാനുഗ്രഹവും എൻ്റെ മഹാഭാഗ്യസൂചകവുമാകുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.